കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ തൊഴിലന്വേഷകർക്ക് തൊഴിൽ സംരംഭവുമായി ഒപ്പം മെഗാ ജോബ് ഫെയർ എന്ന ഒരു ആശയം നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് IV സതീഷ് നിർവഹിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും ഓറിയന്റേഷൻ പ്രോഗ്രാം നടന്നു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലന്വേഷകർക്ക് അവർക്ക് എങ്ങനെ ഈ കമ്പനികൾ അഭിമുഖീകരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഓറിയന്റേഷൻ ക്ലാസ് കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഘടന നിർവഹിക്കുകയുണ്ടായി. തുടർന്ന് ഇന്നലെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തും എല്ലാ പഞ്ചായത്തുകളും ചേർന്നുകൊണ്ട് പങ്കജ കസ്തൂരിയിൽ ഒരു സംഘടനാ സമിതി ചേർന്നു. അതിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട നമ്മുടെ MLA അഡ്വക്കേറ്റ് IV സതീഷ് ചെയർമാൻ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി ജനറൽ കൺവീനറുമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ സംഘടനാ സമിതി വിപുലമായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നാളെ ഏകദേശം ഒരു 7,500-8,000 ആളുകൾ വിവിധങ്ങളായിട്ടുള്ള രജിസ്ട്രേഷനുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇന്നത്തെ സംഘടനാ സമിതിയിൽ MLAയും അതിന് നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച TIIM എന്ന് പറയുന്ന സംഘടനയും നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ വരുന്ന വിവിധ പഞ്ചായത്തുകൾ വന്ന് എത്തിച്ചേരുന്നവർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ അവരുടെ ഇന്റർവ്യൂലേക്ക് കടക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആണ് നേതൃത്വം കൊടുക്കുന്നത്. 8:30 മണിയാവുമ്പോൾ ബഹുമാനപ്പെട്ട MLA ജോബ് ഫെയർ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള കമ്പനികൾ കേരളത്തിലെയും ഇന്ത്യയിലെയും രാജ്യത്തിന് പുറത്തെയും വിവിധങ്ങളായിട്ടുള്ള കമ്പനികളാണ് നാളെ പങ്കജ കസ്തൂരിയിലെ ഹാളിൽ എത്തിച്ചേരുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വലിയ മെഗാ ജോബ് ഫെയറായി ഈ ഒപ്പം എന്ന് പറയുന്ന ഈ നിയോജകമണ്ഡലത്തിൽ നടത്തുന്ന ഈ പരിപാടി എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുഴുവൻ ഈ തൊഴിലന്വേഷകരെയും നാളെ നടക്കുന്ന ഈ മെഗാ ജോബ് ഫെയറിലേക്ക് കാട്ടാക്കട നിയോജകമണ്ഡലം MLAക്ക് വേണ്ടി കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ സംഘടനാ സമിതിയിലെ ഒരു പ്രവർത്തന നിലയിൽ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കിട്ടിയ അവസരം വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ എത്തിച്ചേരുന്ന വിവിധ കമ്പനികളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലന്വേഷകർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനും അതുവഴി ജോലി സമ്പാദിക്കാനും കഴിയട്ടെ എന്ന ആശംസ കൂടി MLAക്ക് വേണ്ടി കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് എന്റെ പ്രസിഡന്റ് നിലയിൽ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റു കർമ്മസമിതി എന്നോടൊപ്പമുള്ള ഇതിന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന നമ്മുടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ സുരേഷ് ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചും അതിന്റെ സംഘാടനത്തെ സംബന്ധിച്ചും മറ്റിതര പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നതിനെ സംബന്ധിച്ചും സെക്രട്ടറി സൂചിപ്പിക്കും. നമ്മളിപ്പോ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഈ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖമുദ്ര തന്നെ സംരംഭകത്വവും അതേപോലെ തന്നെ പരമാവധി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തലുമാണ്. അപ്പൊ ആ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ആകമാനം നടക്കുന്നത് എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയും ഒട്ടനവധി പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കിത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളില് ഇത്തരത്തില് ജോബ് ഫെയറുകൾ നടത്തിക്കൊണ്ട് ഉദ്യോഗാർത്ഥികളെ വിവിധ ജോലികൾക്ക് പ്രാപ്തരാക്കുന്ന, ഇന്റർവ്യൂവിനും അതുവഴി ജോലി നേടിയെടുക്കുന്നതിന് പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു ഉദ്യമം കാട്ടാക്കട നിയോജക മണ്ഡലത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തില് ആദ്യമായിട്ടാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമാണ്. അപ്പൊ നാളെ നമ്മുടെ പങ്കജ കസ്തൂരി ഹോസ്പിറ്റലിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ മെഗാ ജോബ് ഫെയർ, ഒപ്പം മെഗാ ജോബ് ഫെയർ നടത്തുന്നത്. ഇതില് ഏകദേശം 5000-ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 1000-ഓളം വിവിധ കമ്പനികൾ, നാഷണൽ ആയിട്ടുള്ള കമ്പനികളുണ്ട്, റീജിയണൽ ആയിട്ടുള്ള കമ്പനികളുണ്ട്, ഇന്റർനാഷണൽ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്.
അതേപോലെ തന്നെ മറ്റ് വിവിധങ്ങളായ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും ഉണ്ട്. അവരെല്ലാം തന്നെ റിക്വയർമെന്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ റിക്വയർമെന്റ് പ്രകാരം നമുക്ക് ഉദ്യോഗാർത്ഥികളെ നമ്മൾ പ്രപ്പോസ് ചെയ്യുക. കാരണം നമുക്കറിയാം ഈ ഇന്റർവ്യൂവില് ഏറ്റവും കൂടുതൽ മികവ് തെളിയിക്കുന്നവരെ ആയിരിക്കും കമ്പനികൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിലേക്ക് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ഏകദേശം 4ഓളം പ്രാവശ്യം ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലും സംഘടിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ 7-ാം തീയതി ഇവിടെ കാട്ടാക്കട വെച്ച് വളരെ വിപുലമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചത്. അതിൽ ഏകദേശം 600ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. അവരെല്ലാം നാളെ നമ്മൾ ഏകദേശം 5000ഓളം പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1000ഓളം കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. അതിന് ജനറൽ കൺവീനർ എന്നുള്ള നിലയിൽ നമ്മൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അവിടെ ബാക്കിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനകം തന്നെ ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ ഈ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകള്, അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സർക്കാർ, സ്വകാര്യ മേഖല, പൊതുമേഖല കമ്പനികൾ, സ്ഥാപനങ്ങൾ, ഇവരെല്ലാവരും സംയുക്തമായിട്ടാണ് രാവിലെ 8 മണി മുതൽ ഈ പരിപാടി ആരംഭിക്കും. നമുക്ക് കുറഞ്ഞത് ഒരു 1000 പേർക്കെങ്കിലും നാളെ അവർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട MLA ലക്ഷ്യമിടുന്നത്. ഇനി നാളെ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് അവിടുന്ന് അവർക്ക് തൊഴിൽ കിട്ടിയില്ല എങ്കിൽ തുടർന്ന് വരുന്ന വേക്കൻസീസ് ഉണ്ട്. ഈ കമ്പനികളിൽ തന്നെ തുടർന്ന് വരുന്ന വേക്കൻസീസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റ് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളിലെല്ലാം ഇവരെ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് പരമാവധി ആൾക്കാർ, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലാത്തവരും, അവർക്ക് അവരുടെ മേഖലകളിൽ ഒട്ടനവധി തൊഴിൽ സാധ്യതകളുണ്ട്. ഇപ്പൊ ആർട്സ് വിഷയങ്ങളില് ഡിഗ്രിയും മറ്റുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും അങ്ങനെയുള്ള അതുള്ളവര്, അതേപോലെ തന്നെ ടീച്ചിങ് ഫീൽഡിൽ BEdും TTC തുടങ്ങിയ യോഗ്യതയുള്ളവര്, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള BTechകാര്, MTechകാര്, MBAക്കാര്, അപ്പൊ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവർക്കും ഉള്ള സാധ്യതകൾ നാളെ അവിടെ അതിന്റെ വാതിൽ നാളെ തുറക്കുകയാണ്. ഈ അവസരം നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ തൊഴിൽ അന്വേഷകർ പരമാവധി പ്രയോജനപ്പെടുത്തണം.